Good afternoon. നമ്മൾ വെൽഡഡ് കണക്ഷന്റെ കുറച്ച് ഡിസൈൻ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട്ട് പോവാം. ഡിസൈൻ എ suitable longitudinal fillet weld to connect FE 410 grade plates of size 120/8 to 150/10 to transmit a pull equal to full strength of small plate. Assume welding is to be done in workshop. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. ഫില്ലറ്റ് വെൽഡ് ആണ്. രണ്ടിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 120/8 150mm/10mm. ഇവിടെ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് സ്മോളർ പ്ലേറ്റിന്റെ സ്ട്രെങ്ത് ആണ്. ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും, രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ഓക്കെ, രണ്ട് പ്ലേറ്റുകൾ കണക്ട് ചെയ്യാണ്. ഇതില് നമ്മൾ ഫില്ലറ്റ് വെൽഡ് ആവുമ്പോൾ നോർമലി ഈ സൈഡിലും ഈ ബ്ലൂ ലൈനിൽ കാണിച്ച് ഈ സൈഡിലും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡും ഈ ബാക്ക് സൈഡിലുമാണ് നമ്മൾ എന്ത് ചെയ്യാം, നോർമലി വെൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ലെങ്ത് ഓഫ് വെൽഡ് ആണ് നമുക്കറിയാം. ഡിസൈൻ ഓഫ് വെൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് വെൽഡ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഗിവൺ ഡാറ്റാസ് എഴുതണം. അതുപോലെ തന്നെ ഇതിലെ സ്മോളർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 120/8 അല്ലെ, 120/8ന്റെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളിതിൽ സ്മോളർ പ്ലേറ്റ് ഇതാണ് തമ്മിൽ കണക്ട് ചെയ്യാണ്. നമുക്ക് ഗിവൺ ഡാറ്റാസ് നമുക്കറിയാം. FU 410 Nm², FE 410 ഗ്രേഡ് ആണ്. അതുകൊണ്ട് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് എന്ന് പറയുന്നത് 410 Nm². അതിന്റെ ഈൽഡ് സ്ട്രെസ് 250 Nm². ഇവിടെ അസ്യൂം വെൽഡിംഗ് ഈസ് ടു ബി ഡൺ ഇൻ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ വെൽഡ് ഈസ് 1.25. ഓക്കെ, ഗാമ MO ഈസ് 1.1 അല്ലെ, ഈൽഡിങ്ങിന് റെഫർ ചെയ്ത് ഉണ്ടാകുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ലോഡ് കണ്ടുപിടിക്കണം. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് സ്മാളർ പ്ലേറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്മാളർ പ്ലേറ്റിന്റെ സ്ട്രെങ്ത്തിന് ഈക്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ TDG = AgFi/γMO. സ്മാളർ പ്ലേറ്റിന്റെ ഏരിയ ഓഫ് ഗ്രോസ് ഏരിയ അല്ലെ, അത് പറയുന്നത് ക്രോസ് സെക്ഷന്റെ ഏരിയ 8 × 120. സ്മോളർ പ്ലേറ്റ് 8 × 120യും ബിഗർ പ്ലേറ്റ് 150/10 ആണ്. ഓക്കെ, അപ്പോൾ 8 × 120 × 250/1.1 that will be equal to 218.18 kilonewton. 218.18 kilonewton. അപ്പൊ നമ്മുടെ വെൽഡ് ഡിസൈൻ ചെയ്യേണ്ട ലോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൽഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ലോഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈക്വൽ ടു 218.18 kilonewton. ഇനി നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വെൽഡിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം, ത്രോട്ട് തിക്നെസ്സും കണ്ടുപിടിക്കണം. അപ്പൊ സൈസ് ഓഫ് വെൽഡിന് നമുക്ക് രണ്ട് ക്ലോസുകളാണുള്ളത്. നമുക്കറിയാം മിനിമം സൈസും മാക്സിമം സൈസും. അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ മിനിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം, രണ്ട് പ്ലേറ്റുകളാണല്ലോ അല്ലെ, 10mm 8mm. അപ്പോൾ തിക്നെസ് ഓഫ് തിക്കർ പ്ലേറ്റിനനുസരിച്ച് നമുക്ക് ടേബിളിൽ വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഈ ടേബിളിൽ നമ്മൾ റെഫർ ചെയ്തതാണ്. ലെസ് ദാൻ 10mm or 10mm ഈക്വലോ ആണെങ്കിൽ സൈസ് ഓഫ് വെൽഡ് മിനിമം 3mm ആണ്. 10 to 20 ആണെങ്കിൽ 5, 20 to 30 to 6, 30 to 50 8mm. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഇവിടെ മാക്സിമം വരുന്ന തിക്കർ പ്ലേറ്റ് ഏതാണ്, 10mm. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒന്ന് 8mm ഒന്ന് 10mm ആണ്. അപ്പൊ മാക്സിമം തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് 10mm ആണ്. അപ്പൊ അതിന്റെ മിനിമം സൈസ് ഓഫ് വെൽഡ്, തിക്കർ പ്ലേറ്റിന്റെ തിക്നെസ് 10mm ആവുമ്പോൾ മിനിമം സൈസ് ഓഫ് വെൽഡ് 3mm ആണ്. ഓക്കെ, മിനിമം സൈസ് ഓഫ് വെൽഡ് 3mm ആണ് ആക്ച്വലി. ഓക്കെ, ഇവിടെ 3mm ആണ്, സോറി 3mm. ഓക്കെ, മാക്സിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് മൈനസ് 1.5 ആണ്. thickness of thinner plate minus 1.5, that is 8 minus 1.5, that is 6.5. maximum 6.5, minimum 3mm ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 6mm അസ്യൂം ചെയ്യാം. 6mm അസ്യൂം ചെയ്യുന്നു. ത്രോട്ട് തിക്നെസ് 0.7 × 6, that is 4.2 mm. ഓക്കെ, 6mm നമ്മൾ അസ്യൂം ചെയ്തു.
അപ്പൊ നമുക്ക് മാക്സിമത്തിന്റെ മിനിമത്തിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ നമ്മൾ യൂഷ്വലി എടുക്കാം. യൂഷ്വലി എടുക്കുന്ന വാല്യൂസ് 4mm 6mm ഒക്കെയാണ്. നമുക്ക് അത് ആ ഒരു റേഞ്ചിലാണ് വാല്യൂസ് വരിക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ ലെങ്ത്. ഒരു ലെങ്ത്തിൽ എത്രയാണ് അതിന്റെ സ്ട്രെങ്ത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു FUT/√3 ഗാമ MW ഇൻറ്റു 1. ഈ 1 എന്ന് പറയുന്നത് ലെങ്ത് LW നമ്മൾ 1mm ആയിട്ട് കൊടുത്തു. ഓക്കെ, FUT/√3 ഗാമ MW. FUന്റെ വാല്യൂ 410, ത്രോട്ട് തിക്നെസ് 4.2 നമ്മൾ കണ്ടുപിടിച്ചു. √3 ഇൻറ്റു 1.25. ഇവിടെ ഷോപ്പ് വെൽഡ് ആയതുകൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.25. നമുക്ക് ആൻസർ കിട്ടി 795.36 ന്യൂട്ടൺ പെർ mm. 795.36 ന്യൂട്ടൺ പെർ mm ഒരു ലെങ്ത്തിന്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ്. പെർ ലെങ്ത്തിന്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത് LW ആണെങ്കിൽ ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് 795.36 ഇൻറ്റു LW ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് LW കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് സ്ട്രെങ്ത് ഓഫ് വെൽഡ്. നമുക്ക് വേണ്ട ഡിസൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 218.18 kN. രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു, ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുന്നു. ഇവിടെ പ്ലേറ്റ് ടു പ്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തില്ല, രണ്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് ലെങ്ത് വരിക. ആംഗിൾ സെക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ LW1 LW2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യുന്നത് നമുക്ക് യൂഷ്വലി കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ മനസ്സിലാവും. ഒരു പ്ലേറ്റിലോട്ട് ഒരു ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യുമ്പോൾ നോർമലി ഒരു ആംഗിളിന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പാർട്ട് ഉണ്ടാവും അല്ലെ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ഈ പോർഷനിൽ എന്ത് ചെയ്യണം? ഇതിന്റെ വെയിറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ താഴെ വരുന്ന ലെങ്ത് കൂടുതലായിരിക്കും നോർമലി അല്ലെ, താഴെ വരുന്ന ലെങ്ത് നോർമലി കൂടുതലായിരിക്കും. അപ്പൊ താഴെ കുറച്ച് അധികം വെൽഡ് ചെയ്യണം, മുകളിൽ അത്ര വെൽഡ് ചെയ്യണം. എന്നാൽ രണ്ട് പ്ലേറ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം വരുന്നില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നു 795.36 ഇൻറ്റു LW ഈക്വൽ ടു 218.18 ഇൻറ്റു 10⁻³ അപ്പോൾ നമുക്ക് LWന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 274.31. റൗണ്ട് ചെയ്ത് 280 mm ആണ്. 280 mm ആക്കുക. അപ്പോൾ നമ്മുടെ വെൽഡിന്റെ പ്രൊവൈഡ് എഫക്റ്റീവ് ലെങ്ത് ഈക്വൽ ടു 140 mm ഓൺ ഈച്ച് സൈഡ്. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇതിൽ നമ്മൾ വെൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഫില്ലറ്റ് വെൽഡ് ആകുമ്പോൾ നമ്മൾ ഒന്ന് ഈ സൈഡ്, ഓക്കെ, ഈ ഒരു പോർഷനിലും പിന്നെ ഇതിന്റെ ബോട്ടം പോർഷൻ ഇവിടെ കാണാൻ പറ്റില്ല നമുക്ക് ആക്ച്വലി, ഇവിടെ ബോട്ടം പോർഷനിലുമാണ്. ഇവിടെ രണ്ട് സൈഡിൽ ഇവിടെയും 140 mm ഇവിടെയും 140 mm നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റിന്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇത് പാർട്ട് സിയിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നല്ലെങ്കിൽ ഡിസൈൻ ഓഫ് വെൽഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബോൾട്ടിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഡിസൈൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് ബോൾട്ട് ഇല്ല, ബോൾട്ടിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. നോർമലി കൂടുതൽ കണ്ടിട്ടുള്ളത് വെൽഡിന്റെ ഡിസൈൻ ആണ്. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കലാണ് നമ്മൾ എയിം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ലോഡ് തരാത്തത് കൊണ്ട് ലോഡ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ട്രാൻസ്മിറ്റ് ഫുള്ളി ഈക്വൽ ടു ഫുൾ സ്ട്രെങ്ത് ഓഫ് സ്മോളർ പ്ലേറ്റ്. അപ്പോൾ സ്മോളർ പ്ലേറ്റിന്റെ ഫുൾ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു, അത് 218.8 ആണ്. നമ്മൾ ഇവിടെ സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുക. നമുക്ക് മാക്സിമത്തിന് മിനിമത്തിന് ക്ലോസ് കൺസിഡർ ചെയ്തിട്ട് സൈസ് ഓഫ് വെൽഡ് അസ്യൂം ചെയ്യുക. ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കുക. പിന്നീട് സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ ലെങ്ത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ട്. നമുക്ക് ഇവിടെ LW ഡയറക്റ്റ് ഇട്ടിട്ട് ഇക്വേറ്റ് ചെയ്ത് LW കണ്ടുപിടിക്കാം. നമ്മൾ നോർമലി ഇത് ആംഗിൾ സെക്ഷൻ എല്ലാം ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കാൻ പറ്റും. 1 mm ലെങ്ത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ സെക്ഷൻ എല്ലാം ഒരുപോലെ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ ലെങ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് നമ്മുടെ എത്രയാണോ ഡിസൈൻ ലോഡ് വരുന്നത് അതിനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, LW കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് സ്റ്റെപ്സ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എ ടൈ മെമ്പർ ഓഫ് എ റൂഫ് ട്രസ് കൺസിസ്റ്റ് ഓഫ് 2 ISA 150/75/8 mm. The angles are connected to either side of a 10 mm gusset plates and the member is subjected to a working load of 350 kN. Design the welded connection. Assume connections are made in the workshop. വേണ്ട ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്നോ. ഓക്കെ, ഇവിടെ ഇതെന്താണ് ആക്ച്വലി,
ഒരു റൂഫ് ട്രസ്സിൽ ഗസറ്റ് പ്ലേറ്റ്, റൂഫ് ട്രസ്സിൽ നമുക്കറിയാം ടൈം മെമ്പേഴ്സ് ഉണ്ട്, സ്ട്രട്ട് മെമ്പേഴ്സ് ഉണ്ട്. ഇതൊരു ടൈം മെമ്പർ ആണ്. അത് ടെൻഷൻ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെമ്പർ, അതിലെ ട്രസ്സിലെ ഒരു മെമ്പർ. അത് തമ്മിൽ ട്രസ്സിലെ പല മെമ്പേഴ്സും ഒരു ജംഗ്ഷനിൽ ഒരുപാട് മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യും. ഈ മെമ്പേഴ്സിനെല്ലാം ആ ജംഗ്ഷനിലോട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഗസറ്റ് പ്ലേറ്റ് വെച്ചിട്ടാണ്. ഈ ഗസറ്റ് പ്ലേറ്റിലോട്ടാണ് ഈ മെമ്പേഴ്സ് എല്ലാം കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പിക്ചറിൽ ഒരു സെക്ഷനും കാണിച്ചിട്ടുണ്ട്, ഒരു എലിവേഷനും കാണിച്ചിട്ടുണ്ട്. ഒരു സെക്ഷൻ, ഒരു എലിവേഷൻ. ഇവിടെ ഇതൊരു 10 mm തിക്ക് ഗസറ്റ് പ്ലേറ്റ് ആണ്. ഇതിന്റെ രണ്ട് സൈഡിലും, ബോത്ത് സൈഡ്, രണ്ട് ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ISA 150/75/80. ഇങ്ങനെ കണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അൺഈക്വൽ ആംഗിൾസ് ആണ്. ഒരു ലെഗ് 150 mm, അടുത്ത ലെഗ് 75 mm. നോർമലി നമ്മൾ കണക്ട് ചെയ്യുക കണക്റ്റഡ് ലെഗിന്റെ ലെങ്ത് ആയിരിക്കും കൂടുതൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ ലെങ്ത് കുറവായിരിക്കും. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഏത് ലെഗ് ആണ് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. നോർമലി 150 mm അല്ലെങ്കിൽ ഹയർ ലെഗ് ഏതാണോ ലെങ്ത് കൂടിയ ലെഗ് അതാണ് കണക്ട് ചെയ്യുന്നത് പ്ലേറ്റിലോട്ട്. ഓക്കെ, 150 mm ലെഗ് ഈ പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 75 mm ഉണ്ട്. ഈ രണ്ട് ആംഗിൾസും എന്താണ്? ISA 150/75/8 എന്ന് പറയുന്ന ആംഗിൾ ആണ്. ഇത് 10 mm തിക്ക് ഗസറ്റ് പ്ലേറ്റ്. എലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഗസറ്റ് പ്ലേറ്റിന്റെ കുറച്ച് പോർഷനിലോട്ട് എന്ത് ചെയ്യണം? ഈ ആംഗിൾ സെക്ഷൻ വെൽഡ് ചെയ്യണം. ഈ ആംഗിൾ സെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഈ മെമ്പർ അടുത്ത ജോയിന്റിലോട്ട് പോകും. ഈ ഒരു പോർഷനിൽ ഈ ഗസറ്റ് പ്ലേറ്റിലോട്ട് ഇത് കണക്ട് ചെയ്തിരിക്കണം. നോർമലി LW1 ഉം LW2 ഉം അല്ലെ, താഴെ ചെയ്യുന്ന വെൽഡും മുകളിൽ ചെയ്യുന്ന വെൽഡും. നോർമലി താഴെ ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് ഉള്ളതുകൊണ്ട് നമുക്ക് LW1 ആയിരിക്കാം കൂടുതൽ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, LW2 കുറവായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് നൊട്ടേഷൻസ്. ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ ഉണ്ടാവും. ഈ ആംഗിൾ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബോട്ടം ഓൾമോസ്റ്റ് ഈ ഒരു ലൈനിലായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ CXX എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. CXX. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ സ്റ്റീൽ ടേബിൾ നൊട്ടേഷൻസ് എല്ലാം വിത്ത് ഫിഗർ അതിലുണ്ട്. CXX. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ട്. വർക്കിംഗ് ലോഡ് തന്നിട്ടുണ്ട് 350 kN. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട? ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെമ്പറിന് ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒരു ലോഡ് തന്നിട്ടുണ്ട്, ആ ലോഡിനാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാന്ന് നോക്കാം. FU 410 Nm², FI 250 Nm², ഗാമ MW 1.25. അത് അസ്യൂം കണക്ഷൻസ് ആർ മെയ്ഡ് ഇൻ വർക്ക്ഷോപ്പ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഗാമ MW 1.25. ഇനി ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ ഗാമ MW വിൽ ബി 1.5. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗാമ MO ഈസ് 1.1. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഗാമ MOയുടെ ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വർക്കിംഗ് ലോഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രം സ്റ്റീൽ ടേബിൾ ഫോർ ISA 150/75/8 പേജ് 14 സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് സെക്ഷൻ ഈസ് 5.23 cm അല്ലെങ്കിൽ 52.3. നമുക്ക് ആ സ്റ്റീൽ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, പേജ് 14. ഓക്കെ, പേജ് 14 ISA 150/75/8. ഇതാ ഇതില് CXX എന്ന് പറയുന്നത് എന്താണ്? 5.23. ഓക്കെ, ദാറ്റ് ഈസ് 52.3 mm. 52.3 mm. നമുക്കിവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഗ്രോസ് ഏരിയയുടെ ആവശ്യമില്ല, കാരണം ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫിഗർ മനസ്സിലാക്കി. ഇനി നമുക്ക് ചെയ്യാം. ഫാക്ടേഡ് ലോഡ് കണ്ടുപിടിക്കണം. നമ്മുടെ വർക്കിംഗ് ലോഡ് ആണ് തന്നിട്ടുള്ളത്. ഫാക്ടറി ലോഡ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 1.5. സോ 1.5 × 350 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 525 kN. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ആംഗിൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ലോഡ് നമുക്ക് ഫാക്ടേഡ് ലോഡ് 525 ആണ്. സോ ഈച്ച് ആംഗിൾ വിൽ ബി ഷെയർഡ് ഈക്വലി. നമ്മൾ ഈക്വൽ ആംഗിൾസ് ആണ്, രണ്ടും സിമിലർ ആംഗിൾ ആണ്, രണ്ടും സെയിം സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. സോ 525 ഡിവൈഡഡ് ബൈ 2 വിൽ ബി ദ ഫാക്ടേഡ് ലോഡ് ഫോർ ഈച്ച് ആംഗിൾ. ഓക്കെ, നമ്മൾ ഒരു ആംഗിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് അടുത്ത ആംഗിളിലും പ്രൊവൈഡ് ചെയ്യണം. സോ each angle get a factored load of 525/2, that is 262.5 kN. Okay, ഇനി
നമുക്ക് വെൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം? അതിന്റെ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് രണ്ട് പ്ലേറ്റുകളാണ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളത് അല്ലേ? രണ്ട് തിക്നെസ് ഉള്ളത്. ഒന്ന് 10 mm തിക്ക് ഗസറ്റ് പ്ലേറ്റും 8 mm തിക്കുള്ള ആംഗിൾ സെക്ഷൻസും. അപ്പൊ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 8 mm. 8 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ഓഫ് വെൽഡ് മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് 10 mm. സോ മാക്സിമം തിക്നെസ് 10 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 3 mm ആണ്. സോ മിനിമം സൈസ് ഓഫ് വെൽഡ് വിൽ ബി 3 mm. Maximum size of weld is thickness of thinner plate minus 1.5. So thickness of thinner plate ഇവിടെ 8 ആണ്. 8 minus 1.5 that will be equal to 6.5. അപ്പൊ നമുക്ക് സൈസ് ഓഫ് വെൽഡ് 3 mm നും 6.5 നും ഇടയ്ക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. യൂഷ്വലി 6 mm അസ്യൂം ചെയ്തു. ത്രോട്ട് thickness will be 0.7 into 6 that is 4.2 mm. നമുക്ക് അങ്ങനെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് അടുത്ത എന്താണ് കണ്ടുപിടിക്കുന്നത്? പെർ mm ലെങ്ത്തിൽ ഈ വെൽഡിന് എത്ര സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ? Design strength of weld per mm length that will be equal to FUT by √3 gamma mw into 1. LW 1 mm ആക്കി എടുത്തു. So 410 into 4.2 divided by √3 into 1.25. That will be equal to 795.36 Newton per mm. 795.36 Newton per mm. നേരത്തെ കേസ് തന്നെയാണ് വരിക. കാരണം ഗ്രേഡ് ഓഫ് പ്ലേറ്റ് മാറിയിട്ടില്ല, ത്രോട്ട് തിക്നെസ് ഒന്നും മാറിയിട്ടില്ല, ഷോപ്പ് ഫാബ്രിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത അതേ വാല്യൂ തന്നെയാണ് വരിക. ഓക്കെ, 795.36. ഇവിടെ ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്യുന്നതായതുകൊണ്ട് LW1 LW2 എന്ന് പറഞ്ഞ രണ്ട് ലെങ്ത് ഉണ്ട്. സോ ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഡിസൈൻ സ്ട്രെങ്ത് പെർ mm ലെങ്ത്. ഓക്കെ, സോ 795.36 ഇൻറ്റു LW1 പ്ലസ് LW2. ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്, LW1 പ്ലസ് LW2. അതിനെന്ത് ചെയ്യുന്നു? സ്ട്രെങ്ത് ഓഫ് വെൽഡിനെ ഫാക്ടേർഡ് ലോഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ 795.36 ഇൻറ്റു LW1 പ്ലസ് LW2 ഈക്വൽ ടു 262.5 ഇൻറ്റു 10⁻3. 10⁻3 കൊടുക്കാൻ കാരണം ഇത് കിലോ ന്യൂട്ടണിലാണ് വാല്യൂ. സോ ന്യൂട്ടണിലോട്ട് മാറ്റാൻ. സോ LW1 പ്ലസ് LW2 വിൽ ബി ഈക്വൽ ടു 262.5 ഇൻറ്റു 10⁻3 ഡിവൈഡഡ് ബൈ 795.36. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 330.04 mm. 330.04 mm ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. ഇനി നമുക്ക് ടോപ്പിൽ എത്രയാ ബോട്ടത്തിൽ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലി ചെയ്യാറ് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബോട്ടം പോർഷൻ. മൊമെന്റ് അബൌട്ട് ബോട്ടം പോർഷൻ എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സുകൾ വരും? ഇതിൽ വരുന്ന ഫാക്ടേർഡ് ലോഡ് ആക്ടിങ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്ന ഫാക്ടേർഡ് ലോഡ്, പിന്നെ മുകളിലുള്ള വെൽഡിന്റെ ലോഡ് അല്ലെ, വെൽഡിൽ വരുന്ന ഇതിന്റെ സ്ട്രെങ്ത്. അതെന്താണ്? LW2 ഇൻറ്റു 795.36. ഒരു mm ലെങ്ത്തിൻ്റെത് 795.36 ആണ്. അപ്പൊ LW2 ലെങ്ത്തിൻ്റെത് LW2 ഇൻറ്റു 795.36 ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഈ സെക്ഷന്റെ ലെങ്ത് അല്ലെ. സോ 795.36 ഇൻറ്റു LW2 ഇൻറ്റു 150. 150 എന്ന് പറഞ്ഞാൽ ഈ ലെഗിന്റെ ലെങ്ത് 150. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 262.5 ഇൻറ്റു 10⁻3 ഇൻറ്റു 52.3. എന്താണ്? ലോഡ് സെൻട്രോയിഡിലാണ് ആക്ട് ചെയ്യുക, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആക്ട് ചെയ്യുക. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ബോട്ടത്തിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ മൊമെന്റ് അബൌട്ട് ബോട്ടം ആണ് എടുക്കുന്നത്. അപ്പൊ ബോട്ടത്തിലോട്ടുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ. നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ 52.3. ഇക്വേറ്റ് ചെയ്യുമ്പോൾ LW2ന്റെ വാല്യൂ കിട്ടും 115.07. നമുക്കത് റൗണ്ട് ചെയ്യാം, 116 ആക്കി റൗണ്ട് ചെയ്യാം, 116 mm. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് അറിയാം. LW1 പ്ലസ് LW2ന്റെ വാല്യൂ അറിയാം, LW2 അറിയാം. സോ വി വിൽ ഗെറ്റ് LW1. സോ LW1 ഈക്വൽ ടു 330.04 മൈനസ് 116. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 214.04. നമ്മൾ റൗണ്ട് ചെയ്യുന്നു 215 mm. സോ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഷനിൽ എത്താം. സോ പ്രൊവൈഡ് വെൽഡ് ഓഫ് ലെങ്ത് 215 mm അറ്റ് ബോട്ടം ആൻഡ് 116 mm അറ്റ് ടോപ്പ് ഫോർ ഈച്ച് ആംഗിൾ സെക്ഷൻ. ഓരോ ആംഗിളിലും ഈ ഗസറ്റ് പ്ലേറ്റിനകത്ത് അതിന്റെ രണ്ട് സൈഡിലും ബോത്ത് സൈഡിൽ എന്തുണ്ട്? ആംഗിൾ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ആംഗിളിലും താഴെ 215 mm ലെങ്ത്തും മുകളിൽ 116 mm ലെങ്ത്തും ഉള്ള വെൽഡ് കൊടുക്കണം. വെൽഡിന്റെ സൈസ് എത്രയാണ്? 6 mm സൈസ് ഉള്ള വെൽഡ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിസൈൻ റിസൾട്ട്. നമുക്കറിയാം കൺക്ലൂഷനിൽ നമുക്കറിയാം താഴെയാണ് എന്ത്? ലെങ്ത് ഓഫ് വെൽഡ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈക്വൽ ആംഗിൾസ് വരുന്ന കേസ് ചെയ്യാം.
A tie member of a roof truss consists of ISA 65 by 65 by 6 mm of Fe 410 grade is welded to an 8 mm gusset plate. Design a weld to transmit a load equal to the full strength of member. Assume shop welding. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒരു ആംഗിൾ സെക്ഷൻ ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് 8 mm തിക്കുള്ള ഒരു ഗസറ്റ് പ്ലേറ്റ്. ആംഗിൾ സെക്ഷൻ ഏതാണ് 65 by 65 by 6. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഈക്വൽ ആംഗിൾസ് ആണ് അല്ലെ 65 65. അതിന്റെ ഗ്രേഡ് തന്നിട്ടുണ്ട് Fe 410 ആണ്. ഇവിടെ ലോഡ് തന്നിട്ടില്ല. ഏത് ലോഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ഈക്വൽ ടു ഫുൾ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ. ഇവിടെ മെമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് മെമ്പേഴ്സ് ആണുള്ളത് ഗസറ്റ് പ്ലേറ്റും ആംഗിൾ സെക്ഷനും. ഇത് മെമ്പർ എന്ന് ഉദ്ദേശിച്ചത് ഗസറ്റ് പ്ലേറ്റിന്റെ അല്ല ആംഗിൾ സെക്ഷൻ്റെതാണ്. കാരണം ഗസറ്റ് പ്ലേറ്റിന്റെ ക്രോസ് സെക്ഷൻ ഒന്നും തന്നിട്ടില്ല. ഇവിടെ മെമ്പർ എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മെമ്പർ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത് നോർമലി ഈ ആംഗിൾ സെക്ഷനെയാണ്. ഓക്കെ, അസ്യൂം ഷോപ്പ് വെൽഡ്. ഗിവൺ ഡാറ്റ Fu 410 Newton per mm square, Fi 250, ഗാമ MW ഷോപ്പ് ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് 1.25, ഗാമ MO 1.1 അല്ലേ. ഇവിടെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ കണ്ടുപിടിക്കും, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ കണ്ടുപിടിക്കും. ഇനി സ്റ്റീൽ ടേബിൾ ISA 65 by 65 by 6, ഇത് പേജ് 14 അല്ല, സോറി പേജ് 8, പേജ് നമ്പർ നോക്കട്ടെ, 1 മിനിറ്റ്. ഈക്വൽ ആംഗിൾസ് പേജ് 8 I think. ഓക്കെ, പേജ് 8 65 by 65 by 6 ഇതാണ്, ഈ ഒരു ടേബിൾ ആണ്. ഓക്കെ, പേജ് 8. ഓക്കെ, അപ്പൊ നമുക്ക് ISA 65 by 6 കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീൽ ടേബിളിൽ നമുക്ക് വാല്യൂ കിട്ടും. CXX equal to 1.81 centimeter, center of gravity that will be equal to 18.1 mm. Gross area AG will be equal to 7.44 centimeter square, that is 744 mm square. നമുക്ക് ഗ്രോസ് ഏരിയയുടെ ആവശ്യം ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ മെമ്പറിന്റെ സ്ട്രെങ്ത് ഓഫ് മെമ്പർ അഗൈൻസ്റ്റ് ഗ്രോസ് സെക്ഷൻ yielding കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഗ്രോസ് ഏരിയ ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കണം, അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഈ പിക്ചർ നോക്കാം. ഇതിൽ ഈ മെമ്പർ നേരത്തെ പോലെ തന്നെയാണ്, ഇവിടെ ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പൊ ഏത് ലെഗ് വേണമെങ്കിലും ഉപയോഗിക്കാം. 65 ആംഗിൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബോട്ടം CXX, LW1 LW2 നേരത്തെ ഉള്ള അതേ നൊട്ടേഷൻ തന്നെ. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, സ്ട്രെങ്ത് കണ്ടുപിടിക്കണം അല്ലെ. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ ഗവേൺഡ് ബൈ yielding ഓഫ് ഗ്രോസ് സെക്ഷൻ. EDG equal to AGFI by gamma MO, area gross area 744 into 250 by 1.1, that will be equal to 169.1 kilonewton. 169.1 kilonewton. So നമുക്ക് എന്ത് ചെയ്യണം, ഫോഴ്സ് ഒരു 169.1 kilonewton ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള തരത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ വെൽഡ് ഡിസൈൻ ചെയ്യണം. നമുക്ക് ഇനി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ നമ്മൾ സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം. സൈസ് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാൻ ഇവിടെ രണ്ട് തിക്നെസ് ഉള്ള പ്ലേറ്റുകളാണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഒന്ന് 6 mm പ്ലേറ്റ് ഉള്ള ആംഗിളും 8 mm തിക്കുള്ള ഗസറ്റ് പ്ലേറ്റും. അപ്പൊ തിക്നെസ് ഓഫ് തിക്കർ പ്ലേറ്റ് എന്ന് പറയുന്നത് 8 mm ആണ്. സോ മിനിമം സൈസ് ഓഫ് വെൽഡ് ഈസ് 3 mm. മാക്സിമം സൈസ് ഓഫ് വെൽഡ് ഇവിടെ മാറ്റം വരുന്നുണ്ട്. മാക്സിമം സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് മൈനസ് 1.5. സോ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ഹിയർ എത്രയാണ്, 6 mm ആണ്. സോ 6 minus 1.5, that is 4.5. അപ്പൊ മാക്സിമം സൈസ് ഓഫ് വെൽഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 4.5 മിനിമം 3 ആയതുകൊണ്ട് നമുക്ക് സൈസ് ഓഫ് വെൽഡ് അസ്യൂം ചെയ്യാം, that is equal to 4 mm. So throat thickness is equal to 0.7 into 4, that is 2.8 mm. നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ mm ലെങ്ത് കണ്ടുപിടിക്കാം. FUT by √3 gamma MW into 1, that is 410 into 2.8 divided by √3 into 1.25, that is 530.24 Newton per mm. 530.24 Newton per mm ആണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് പെർ mm ലെങ്ത്. സോ ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എത്രയായിരിക്കും, ഇൻറ്റു LW1 plus LW2 അല്ലെ. 530.24 into LW1 plus LW2. ഓക്കെ, ഇനി ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതെന്ത് ചെയ്യുന്നു, നമ്മൾ സ്ട്രെങ്ത് ഓഫ് വെൽഡിനെ ടോട്ടൽ ലോഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റിംഗ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ടു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ, അതാണ് ഇവിടുത്തെ ടോട്ടൽ ലോഡ്. ഓക്കെ,
530.24 into LW1 plus LW2 equal to 169.1 into 10 raised to 3. So we will get LW1 plus LW2 as 318.9 mm. 318.9 mm. 169.1 into 10 raised to 3 divided by 530.24, that is 318.9 mm. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് കിട്ടി, LW1 LW2 ഈച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് യൂഷ്വൽ നമ്മൾ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ദി ബോട്ടം എടുക്കുന്നു, മൊമെന്റ് അബൌട്ട് ദി ബോട്ടം പോർഷൻ. സോ LW2 into LW2 വരുന്ന ലോഡ് LW2 into 530.24 into depth അല്ലേ, ടോട്ടലി ഡെപ്ത് 65, that is equal to 169.1 into 10 raised to 3 into CXX, center of gravity from bottom, that is 18.1. So അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ LW2 we will get as 88.8. നമ്മൾ അസ്യൂം ചെയ്യുന്നു, റൗണ്ട് ചെയ്യുന്നു 89 mm. We have LW1 plus LW2 എത്രയാണ്? 318.9 എന്ന് കിട്ടി. So LW1 will be equal to 229.9, റൗണ്ട് ചെയ്യുന്നു 230 mm. So we have to provide weld length of 230 mm at bottom and 89 mm at top, and size of weld will be 4 mm. Size of weld will be 4 mm. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഇത് ആംഗിൾ സെക്ഷൻസ് കണക്ട് ചെയ്യുന്നതാണ്. വെൽഡ് ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നോർമലി വരാറ്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.